എൻ്റെ വീട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്ന് തന്നെ കണ്ണൂരേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം. പിറ്റേ ദിവസം ഞാനും പ്രണയും കൂടെ പയ്യാമ്പലം ബീച്ചിലേക്ക് ഇതാ വെയിൽ കൊള്ളാൻ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് സൂര്യൻ ഇവിടെ കത്തിജ്വലിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് സൺസെറ്റ് എന്ന് പറയാൻ പറ്റാത്ത വിധം. അപ്പോൾ പിന്നെ നമുക്കിഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പം നമ്മൾ ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്മാരകത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ കണ്ണൂരിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് സാംസ്കാരിക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. സുകുമാർ അഴീക്കോട്, സഖാവ് ഇ.കെ. നായനാർ, അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്ക് സൂര്യൻ ഇതാ താഴ്ന്നു പോവുമായിരുന്നു. അപ്പോൾ ഇതാ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ കടൽ കാണാൻ വന്നേക്കുവാണ്, ടീച്ചേഴ്സ് കൊണ്ടുവന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്കൂളും ടീച്ചേഴ്സൊക്കെ ഭയങ്കര അടിപൊളിയാണല്ലേ, നമുക്കിപ്പോൾ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി വന്നിരിക്കുകയാണ്. നാട്ടിലെത്തിയ ബീഫ് കഴിക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നമ്മൾ ബീച്ച് സൈഡിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പൊറോട്ടയും ബീഫ് ഫ്രൈയും അതേപോലെ ബീഫ് മസാലയൊക്കെ വാങ്ങിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു. കാരണം നാസിക്കിലേക്ക് തിരിച്ചു പോയതൊന്നും നമുക്ക് കണ്ണ് കാണാൻ പോലും കിട്ടില്ല. അപ്പം നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ബീച്ച് ഒരു റൗണ്ടും കൂടെ കറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.